ഇങ്ങനെ ചോദിക്കല്ലേ എങ്ങനെയുണ്ട്? സൂപ്പർ. മോഹൻലാൽ തകർത്ത്. ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി. 2000-ന് ശേഷം ജനിച്ച എല്ലാ പിള്ളേരും വന്ന് ഈ പടം കാണുക. 2000-ന് ശേഷം ജനിച്ച എല്ലാ പിള്ളേരും വന്നുകൊണ്ട് അവർക്ക് ഒരു അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു മൂവിയാണ്. അടിപൊളിയാണ്. ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ലാലേട്ടൻ 2025 തൂക്കി. ഏതാ? അയ്യോ മൈക്ക് പോയി. ഒന്നും പറയാലോ, ഒരു ഗംഭീര എക്സ്പീരിയൻസ്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ആക്ച്വലി എനിക്ക് 1ാം ക്ലാസ് പഠിക്കുമ്പോൾ പടം റിലീസ്. അപ്പോൾ ഞാൻ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് കരഞ്ഞ സമയത്ത് അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. ടി വിയിൽ 100 വട്ടം കണ്ടിട്ടുണ്ട്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതേ തിയേറ്ററിൽ 24 ഇയേഴ്സ് മുമ്പ് ഇത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടാണ്. അന്ന് 30 രൂപ ടിക്കറ്റ് 150 രൂപ ബ്ലാക്കിൽ എടുത്താണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് ഞാൻ +1 പഠിക്കും ആ സമയത്ത്. 24 വർഷം മുമ്പ് കണ്ട സിനിമ ഒന്നും കൂടി ഒരു 4K ഡോൾബിയിൽ കാണാൻ പറ്റിയത് ഇറ്റ്സ് നൈസ്. ഗുഡ് എക്സ്പീരിയൻസ്. താങ്ക് യു. തേർഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വളരെ മികച്ചൊരു അഭിപ്രായം. ഓളായിരുന്നു അതായിരുന്നു പടം. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ട് മസ്റ്റ് വാച്ച്. അടിപൊളിയാണ്. ഫുൾ ഓളാണ്. ഇതല്ലേ റീ റിലീസ് അല്ലേ, മോണ്ടത്തെ പോലെ തന്നെ. എല്ലാ എഫക്റ്റ് അടിപൊളി. അതിനുവേണ്ടി തന്നെയാണല്ലോ വന്നത്. അടിപൊളി. നല്ലായിരുന്നു. പ്രിന്റ് ഉള്ള സീൻസ് കട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമേ കട്ടിങ്ങുള്ളൂ. നന്നായിട്ടുണ്ട്. ഇടിലം പടം മസ്റ്റ് വാച്ച്. സൂപ്പർ 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 സൂപ്പർ. അടിപൊളി. അടിപൊളി. സൂപ്പറായിരുന്നു. കിടിലായിരുന്നു. പിന്നെ അടിച്ചു പൊളിച്ചു. ഡബിൾ റോള്. കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. ചെറുപ്പത്തിൽ കണ്ടൊരു നെസ്റ്റ് ഫീൽ. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിക്ക്. അല്ല പടങ്ങളിലൊക്കെ നമുക്ക് കണ്ടെങ്കിലും പക്ഷേ നല്ല വൃത്തിക്ക് റീമാസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ. അല്ല നന്നായിട്ടുണ്ട്. 2000-ന് ശേഷം ജനിച്ച എല്ലാ പിള്ളേരും വന്ന് ഈ പടം കാണുക. 2000-ന് ശേഷം ജനിച്ച എല്ലാ പിള്ളേരും വന്നുകൊണ്ട് അവർക്ക് ഒരു അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു മൂവിയാണ്. അടിപൊളിയാണ്. ഞാനൊരു 100 തവണയെങ്കിലും DVD ഡിസ്കിട്ട് മാത്രം കണ്ടോടോ. ലാലേട്ടനുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും വന്ന് കണ്ടത്. തിയേറ്ററിൽ കാണാൻ പറ്റിയ പടം. അടിപൊളിയാണ്. ഏതാ പിന്നെ എത്രയോ 2008 കണ്ടോടുന്നത്. അതിനുശേഷം നമ്മൾ നരസിംഹം രാവണപ്രഭു DVD ഇട്ടാണ് TV യിൽ. അപ്പോൾ നമ്മൾ കണ്ട് മടുത്തിട്ട് ഇപ്പോഴും വന്ന ലാലേട്ടനുള്ള ഇഷ്ടം കൊണ്ട് മാത്രം വന്നതാണ്. 2000-ന് ശേഷം ജനിച്ച എല്ലാ പിള്ളേരും ഈ പടം കാണണം.